വളരെ അടിയന്തരമായൊരു വാർത്ത വരുന്നു. IPL വിജയത്തിൻ്റെ ആഘോഷ ചടങ്ങിൽ ആളുകൾ മരിക്കാനിടയായ സാഹചര്യത്തിൽ ബംഗളൂരു പോലീസ് കമ്മീഷണർക്ക് സസ്പെൻഷൻ ലഭിച്ചു. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ ദുരന്തത്തിൽ കടുത്ത നടപടിയെടുക്കാൻ കർണാടക സർക്കാർ തീരുമാനിക്കുന്നു. ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കെതിരെയെല്ലാം കടുത്ത നടപടിയാണ്. അഡീഷണൽ കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ, ACP എന്നിവർക്കെല്ലാം സസ്പെൻഷനുണ്ട്. പരിപാടി ഞായറാഴ്ചത്തേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ നടപടി. പരിപാടി നടക്കുന്ന പരിധിയിലെ ചുമതലക്കാരായ എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർക്കും സസ്പെൻഷനായി എന്നാണ് ബംഗളൂരിൽ നിന്ന് മുഹമ്മദ് റഹീസ് പറയുന്നത്. റഹീസ്, കൂടുതൽ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ സസ്പെൻഷനിലായി എന്നാണോ നമുക്ക് ലഭിക്കുന്ന വിവരം? SKN കടുത്ത നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ബംഗളൂരു പോലീസ് കമ്മീഷണർക്ക് തന്നെ സസ്പെൻഷൻ ലഭിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയെല്ലാം കൂട്ട നടപടി എടുത്തിരിക്കുന്നു. അഡീഷണൽ കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ, SP എന്നിവർക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു. ഈ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള 2-3 പോലീസ് സ്റ്റേഷന്റെ പരിധിയിലായിട്ടാണ് ഈ പരിപാടികൾ നടന്നിരുന്നത്. അവിടെയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെയും ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പോലീസിനെ ന്യായീകരിച്ച് രംഗത്തെത്തി ഒരു നിലയ്ക്കും പോലീസിനെ കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ് എടുത്തത്. പക്ഷേ ഇന്നത്തെ ചില യോഗത്തിന് ശേഷം ഇന്ന് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുമായി ഒക്കെ DGP അടക്കമുള്ളവരുമായി മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒപ്പം തന്നെ ക്യാബിനറ്റ് യോഗമുണ്ടായിരുന്നു. ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു നടപടിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് ഉന്നത ഉദ്യോഗസ്ഥർക്കെല്ലാം കൂട്ട സസ്പെൻഷൻ നൽകിയിരിക്കുകയാണ്. മാത്രമല്ല ഈ ഘട്ടത്തിൽ പ്രധാനമായും പറയേണ്ട ഒന്ന്, പരിപാടി ഞായറാഴ്ചത്തേക്ക് മാറ്റിവെക്കണമെന്ന ഒരാവശ്യം പുറത്തു വന്നിരുന്നു. അത് ചില പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ചില മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ അതാണ് പ്രധാനമായും ഇന്നലെ സർക്കാരിനെതിരെ ഉയർന്ന വലിയൊരു ആരോപണം. പോലീസ് സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഈ ഒരു അമർഷം പുറത്തു വന്നു. കാരണം ഈ വിജയത്തിന്റെ അന്ന് രാത്രി വലിയ ആഘോഷം നഗരത്തിന്റെ പല പ്രദേശങ്ങളിലും നടന്നിരുന്നു. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഏതാണ്ട് 24 മണിക്കൂർ ഡ്യൂട്ടിയിലുമായിരുന്നു. അതിനുശേഷം ഇന്നലെ ഒരു പരിപാടി നടത്താൻ കഴിയില്ല എന്ന് DGP തന്നെ സർക്കാരിനെ അറിയിച്ചതാണ്. അത് ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ളവരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അത്തരത്തിലൊരു ആഹ്വാനം പുറത്തേക്ക് പോയത്. അത് പുറത്തേക്ക് വന്നതിന് ശേഷം സർക്കാർ വലിയ വിമർശനം നേരിട്ടു. കാരണം വിക്ടറി പരേഡ് നടത്താൻ കഴിയില്ല എന്നുള്ള ഒരു സ്ഥിതി വന്നപ്പോൾ എന്തായാലും അതിനു കൂടി പിന്നാലെയാണ് ഇപ്പോൾ സസ്പെൻഷൻ വന്നിരിക്കുന്നത്. മുഹമ്മദ് റഹീസാണ് ബംഗളൂരിൽ നിന്ന് ചേർന്നിരിക്കുന്നത്. ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഷനിലായി എന്ന വാർത്തയാണ് റഹീസ് നമ്മളുമായി പങ്കുവച്ചത്.